ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകും. വചനം പറയുകയാണ്, ദൈവാത്മാവാണോ നടത്തുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിനകത്ത് യോസഫ് എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനുണ്ട്. ഒരു ദൈവഭക്തനാണ്. ആ യോസഫിൻ്റെ ജീവിതകാലം മുഴുവൻ നമ്മളൊന്ന് പഠിച്ചാൽ ബൈബിളിൽ ഘട്ടം ഘട്ടമായിട്ട് പറയുന്നുണ്ട്. ഓരോ സാഹചര്യങ്ങൾ, പൊട്ടക്കുഴിക്കകത്തും പോത്തിഫറിൻ്റെ വീട്ടിലും കാരാഗ്രഹത്തിനകത്തും ഒക്കെ കിടന്ന യോസഫിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊക്കെ സഞ്ചരിച്ച യോസഫിനെ യഹോവയായ ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം എത്തിച്ചതുപോലെ ഫറവോൻ്റെ അടുക്കൽ 2-ാം മന്ത്രിയായി ദൈവം കൊണ്ടെത്തിച്ചു. കാരണം എന്തുവാ? ഇവിടെ റോമാസഭയോട് പറയുന്നത് പോലെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. യോസഫ് ദൈവത്തിൻ്റെ മകൻ എന്ന് അവകാശപ്പെടാൻ പോത്തിഫറിൻ്റെ വീട്ടിൽ തനിക്ക് ആ വീട്ടിലെ സ്വാതന്ത്ര്യത്തിനകത്ത് പൂർണ്ണത ഉണ്ടെങ്കിൽ പോലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, യോസഫ്, ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്തൊന്നും ദൈവകൃപയും ദൈവസാന്നിധ്യവും വിട്ടുകളയാതെ ദൈവത്തെ ഭയപ്പെട്ടും ദൈവാത്മാവിൽ നടക്കുവാനും ആഗ്രഹിച്ച ആ ഭക്തൻ്റെ ജീവിതത്തിനകത്ത് കാരാഗ്രഹം പോലും താൻ ആരാധനാലയമാക്കി ആത്മാവിൽ സഞ്ചരിച്ച് ദൈവമേൽപ്പിച്ച ആ പൊസിഷനിലെത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ, നമ്മളെ നടത്തുന്നത് ദൈവാത്മാവാണെന്നൊരു പൂർണ്ണ ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി തിരമാലകൾ വരാം, ഒത്തിരി കാറ്റടിച്ചേക്കാം. പക്ഷേ ഒരു ഉറപ്പുണ്ടാകണം, എന്നെ നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒന്നും തകർക്കാനല്ല, ഒന്നും ഉടച്ചു കളയാനല്ല, എന്നെ നിത്യത എന്ന വലിയ ദർശനത്തിലേക്ക് കൊണ്ടുപോകുവാൻ, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവ് പണിയുന്ന ആ ഭവനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് ആ പണിയുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് എന്നെ നിലനിർത്തുന്ന ആ പരിശുദ്ധാത്മാവിൽ ഞാൻ സന്തോഷിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ നിന്ന് കർത്താവിൻ്റെ വഴിയെ സഞ്ചരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിനകത്തുകൂടി നടന്ന് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവകൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.